വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ ഹിന്ദിയാവും നിങ്ങൾ എടുക്കുന്നത് കേട്ടോ. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ ഹിന്ദി ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഹിന്ദി കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു ഹിന്ദി എടുക്കുന്നുണ്ടോ എന്ന് കേട്ടോ. അപ്പം ഹിന്ദി എനിക്ക് എല്ലാം അറിയാമെന്ന് ഞാൻ പറയുന്നില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ അറിയാവുന്ന രീതിയിൽ മാത്രം പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ ഹിന്ദി അറിയാവുന്നവർ മറ്റെന്തെങ്കിലും ചാനലോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിലോ കണ്ടാൽ മതി. ഇത് ഞാൻ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബൂന്തോം കാ ഗീത്. പാഠത്തിൻ്റെ പേര് കണ്ടോ നിങ്ങളെ, ബൂന്തോം കാ ഗീതം എന്നാണെന്ന് വെച്ചാൽ വെള്ളത്തുള്ളികളുടെ സംഗീതം. ഗീതം എന്ന് വെച്ചാൽ എന്താ, സംഗീതം അല്ലെങ്കിൽ പാട്ടെന്നൊക്കെ ഇല്ലേ. ബൂന്തോങ്ക ഗീത്, ബൂന്തോ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികൾ, വെള്ളത്തിൻ്റെ തുള്ളികൾ അല്ലേ, വെള്ളത്തുള്ളികളുടെ സംഗീതം. അതുകൊണ്ട് ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്, വെള്ളം ഒഴുകി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗീതത്തെക്കുറിച്ചാണ് ഫസ്റ്റ്. ആ ഒരു പടം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ, കണ്ടല്ലോ. ഇനി നമ്മൾ നോക്കിക്കേ, ഇപ്പുറത്തെ പേജിൽ ഏക്ക് ദോ തീൻ എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ എന്താവും നിങ്ങളെ പറയുന്നത്, 1 2 3 അല്ലേ, ഏക്ക് ദോ തീൻ എന്നാണ് പറയുന്നത്. മുകേഷ് നൗഡിയാൽ എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇത് എഴുതിയ ആളുടെ പേരെന്താണ്? മുകേഷ്. തന്നെ അവിടെ മലയാളത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മുകേഷ് നൗഡിയാൽ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോ ഈ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുസവ നദിയുടെ തീരത്തായിരുന്നു ഒരു ബാലൻ്റെ വീട്. നമ്മൾ ഈ കഥ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് വായിക്കാം നിങ്ങളെ. സുസവ എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്താണ് ഒരു കൊച്ചുകുട്ടി കണ്ടോ, ഒരു ബാലൻ അവിടെ നിൽക്കുന്നുണ്ടോ, ഒരു ബാലൻ്റെ വീട്. നദിക്കരയിൽ ഒരു കുളക്കോഴി കുടുംബവും താമസിച്ചിരുന്നു. ഒരു കുളക്കോഴിയും കുടുംബവും കൂടെ താമസിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ ഈ കുളക്കോഴി കുഞ്ഞുങ്ങൾ നേരെ അവൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അടുക്കളയിലും കുളിമുറിയിലും ഒക്കെ അവർ ഒളിച്ചു. പിറകെ ബഹളം വെച്ചുകൊണ്ട് അവയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മുടെ ഈ കഥയിൽ ചോദിക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂന്തോങ്കി ഗീത് എന്ന് പറയുന്ന എന്താവും ഞങ്ങളെ, വെള്ളത്തുള്ളികളുടെ സംഗീതം എന്ന പാഠം. ഇത് ജന്തുക്കളോടും ജന്തുക്കളോടും സസ്യങ്ങളോടും ഉള്ള സ്നേഹവും കരുതലും ഒക്കെ പറയുന്ന ഒരു പാഠമാണ് ഇതിനകത്തിൽ പറയുന്നത്. മുകേഷ് നൗട്ടിയാൽ എഴുതിയ ഏക്ക് ദോ തീൻ എന്ന് പറയുന്ന പാഠം ജീവജാലങ്ങളുടെ സ്നേഹത്തെ കാണിക്കുന്നു എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് പാഠം നോക്കൂ നിങ്ങളെ. ഫസ്റ്റ് നമുക്ക് പാഠം കണ്ടോ, ഇതിൻ്റെ അകത്തിൽ ഫസ്റ്റ് താഴെ 2 വരി കൊടുത്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? നോക്കണേ, കാണാൻ പറ്റുന്നു. സൂം ചെയ്യുമ്പം കാണാൻ പറ്റുന്നു. ഇപ്പം കാണാമല്ലോ. നോക്കിക്കേ, മേരാ ഘർ സുസവ നദി കെ കിനാരെ ഹേ. മേരാ ഘർ വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മേരാ ഘർ സുസവ നദി, ആ നദിയുടെ പേര് കണ്ടോ, സുസവ നദി കെ കിനാരെ ഹേ. മേരാന്ന് വെച്ചാൽ എൻ്റെ അല്ലേ, എൻ്റെ ഘർ എന്ന് വെച്ചാൽ വീട്. ഓരോ വാക്ക് നോക്കണേ കുഞ്ഞുങ്ങളെ. മേരാ ഘർ എൻ്റെ വീട്, സുസവ നദി കെ കിനാരെ, സുസവ നദിയുടെ തീരത്താണ്. മനസ്സിലാവുന്നുണ്ടോ? സുസവയുടെ നദീതീരത്താണ് എൻ്റെ വീട്. ആ നദിയുടെ പേരെന്താ? സുസവ നദി. മേരാ ഘർ സുസവ നദി കെ കിനാരെ ഹേ. എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ്. ഓക്കെ ആണോ? വഹി കേട്ടോ. ജൽ മൂർഗിയോം, ഇവിടുത്തെ നമ്മൾ കുളക്കോഴികളെ കുറിച്ച് അല്ലേ, ഇതിൻ്റെ മലയാളം മീനിങ് ഞാനിപ്പോൾ തരാം കുഞ്ഞുങ്ങളെ. ജലമൂർഗിയോം കാ ഏക് പരിവാർ ഫി രഹ്താ ഹേ. വഹി ജലമൂർഗിയോം കാ ഏക് പരിവാർ ഫി രഹ്താ ഹേ എന്ന് വെച്ചാൽ എന്താണ്? അതിൽ കുളക്കോഴികളുടെ ഒരു കുടുംബം, പരിവാർ എന്ന് വെച്ചാൽ കുടുംബം എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. കുടുംബം, പരിവാർ ഫി രഹ്താ ഹേ, കുളക്കോഴിയുടെ ഒരു കുടുംബം താമസിച്ചിരുന്നു കേട്ടോ. പിന്നോ ആ 2 വരിയും പഠിച്ചോ. എന്ന് വെച്ചാൽ എൻ്റെ വീട് സുസവ നദിയുടെ തീരത്ത്. ഈ കൊച്ചു പറയുന്നുണ്ട്, ഒരു കൊച്ചവിടെ നിന്ന്, എൻ്റെ വീട് സുസവ നദിയുടെ തീരത്താണ്. പിന്നോ ആ നദി അതിൽ ഒരു കുളക്കോഴികളുടെ ഒരു കുടുംബം, അതിലൊരു കുളക്കോഴി ഉണ്ടല്ലോ, കുളക്കോഴികളുടെ ജലമൂർഗിയ എന്ന് വെച്ചാൽ കുളക്കോഴികളുടെ ഏക്ക് പരിവാർ, ഒരു കുടുംബം താമസിച്ചിരുന്നു കേട്ടോ. അടുത്ത പേജ് നോക്കി, അവർ കുറേച്ചേ തന്നിട്ടുള്ളൂ. നോക്കണേ നിങ്ങളെ. ആജ് സുബഹ് ജലമുർഗി കെ
चूसे मेरे घर में धूस आए. എന്താ നിങ്ങളെ आज सुबह जलमुर्गी के चूसे मेरे घर में ധൂസ് ആയേ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇന്ന് രാവിലെ ആജ് സുബഹ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഈ ജലമോർഗി എന്ന് വെച്ചാൽ കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ മേരെ ഘർ എൻ്റെ വീട്ടിലോട്ട് ഇതെന്താ ഇവരെ കയറി വന്നു അല്ലെ കടന്നു വന്നു കേട്ടോ. ബാഹർ ദോ ജലമുർഗിയാം വെളിയിൽ, ബാഹർ എന്ന് വെച്ചാൽ വെളിയിൽ, ദോ ജലമുർഗിയാം എന്താ ജോർ ജോർ സേ ചിച്ചിയ രഹി ഥി. ബാഹർ ദോ ജലമുർഗിയാം എന്ന് വെച്ചാൽ എന്താ ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ രാവിലെ കുളക്കോഴി കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലോട്ട് കടന്നു വന്നു. പക്ഷേ വെളിയിൽ 2 കുളക്കോഴി കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നു, ചിച്ചിയ രഹീഹേ ജലമുർഗിയ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ബഹളം ഉണ്ടാക്കുന്നു അല്ലെ ശബ്ദമുണ്ടാക്കുന്നു. മേനെ എന്താ ദീവാർ കി ഓട്ടുമേം ഏക്ക് ബിലൗഠാ ദേക്ക. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ദീവാർ എന്ന് വെച്ചാൽ ഭിത്തി, ഞാൻ അവിടെ ആ ഭിത്തിയുടെ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞാൻ ആ ചുവരിൻ്റെ മറവിൽ അല്ലെ ഭിത്തിയുടെ മറവിൽ എന്താ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ഈ 2 എണ്ണം നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ എന്ത് കണ്ടു, ആ ഭിത്തിയുടെ പുറകിൽ എന്ത് നിൽപ്പുണ്ട്, അവിടെ ഒരു പൂച്ചക്കുഞ്ഞ് നിൽക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. ഇത്രയും മനസ്സിലായോ നിങ്ങളെ, ഇത്രയും മനസ്സിലായോ? മേനെ ദീവാർ എന്ന് വെച്ചാൽ ഭിത്തിയാവും നിങ്ങളെ. ആ ഭിത്തിയുടെ ഇവിടെ കണ്ടോ, ഭിത്തിയുടെ പിറകിലായിട്ട് എന്തിനെ കണ്ടു, മറവിലൊരു പൂച്ചക്കുഞ്ഞിനെ ഞാൻ ബിലൗഠാ ദേഖ കണ്ടു, ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ഇത്രയും മനസ്സിലായോ? അടുത്ത മുझे देखकर बिलौठा भाग गया. मुझे देखकर बिलौठा भाग गया. എന്നെ കണ്ടതും, മുझे देखकर എന്ന് വെച്ചാൽ എന്നെ കണ്ടതും എന്താ ഈ ബിലൗട്ട പൂച്ചക്കുഞ്ഞ് ഓടിക്കളഞ്ഞു. എന്നെ അവിടെ കണ്ടതും ഈ പൂച്ചക്കുഞ്ഞ് കണ്ടോ അവിടെ നിന്നും ഓടിക്കളഞ്ഞു. ലേക്കിൻ എന്ന് വെച്ചാൽ എന്താ, പക്ഷേ ജലമൂർഗിയോം ഷേർ മചാത്തി രഹി. പക്ഷെ എന്താ ഈ കുളക്കോഴികൾ എന്ത് ചെയ്യുന്നു, അവിടെ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഈ 2 എണ്ണവും കൂടെ കണ്ടോ 2 എണ്ണവും കൂടെ അവിടെ കിടന്ന് അന്നേരവും ബഹളം വെച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അടുത്ത് നോക്കി നിങ്ങളെ, മേനെ ഫീറ്റർ ജാക്കർ ദേക്ക. ഞാൻ അകത്തോട്ട് ഫീറ്റർ ജാക്കർ ദേക്ക, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അകത്ത് പോയി നോക്കി. ഇതെന്തിനാ ഈ 2 എണ്ണം കൂടെ ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അകത്തോട്ട് പോയിന്ന് നോക്കി. ഏക്ക് എന്താ ചൂജ ഫർഷ് പർഥ എന്ന് വെച്ചാൽ എന്താ, അവിടെ ഞാൻ അകത്ത് പോയി നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് എന്താ തറയിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു കുഞ്ഞ് തറയിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വേറൊന്നും എന്ത് ചെയ്തു, സോഫയ്ക്കരികിലും ഉണ്ടായിരുന്നു. എന്താ, മേനെ ഫീതർ ജാക്കർ ദേക്ക ഏക്ക് ചൂസ ഫർഷ് പർഥ ദൂസര പിന്നോ സോഫയ്ക്ക് നീച്ചെ. ഒരെണ്ണം അവിടെ നിപ്പുണ്ട് കണ്ടോ, ഇവിടെ നിപ്പുണ്ട്. ഒരെണ്ണം സോഫയുടെ കീഴിൽ, സോഫയ്ക്ക് നീച്ചെ സോഫയുടെ അടിയിൽ, അവിടെ വേറൊന്ന് സോഫയ്ക്ക് അടിയിലും ഉണ്ടായിരുന്നു. ഞാൻ പിന്നോ മേനെ ഉനേം ഉൻകെ മാം ബാപ്പ് കെ ഹവാലെ കർ ദിയ. മേനെ ഉനേം ഉൻഹേന്നോ ഉനേം ഉൻകെ മാം ബാപ്പ് കെ ഹവാലെ കർ ദിയ. എന്താ, അവരുടെ മാതാപിതാക്കളെ ഞാൻ എന്ത് ചെയ്തു, അവരുടെ മേനെ ഞാൻ എന്ത് ചെയ്തു, അവരുടെ മാം ബാപ്പ് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പക്ഷേ എന്താ, പർ ജലമൂർഗിയാം ഷേർ മച്ചാത്തി രഹി. പക്ഷേ കുളക്കോഴികൾ പിന്നെയും അവിടെ കിടന്ന് ബഹളം വെക്കുകയായിരുന്നു. ഞാൻ ഈ 2 എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് അതിൻ്റെ വെളിയിൽ കിടന്ന് വെളിയിൽ 2 എണ്ണം നിന്ന് ചിലയ്ക്കുന്നുണ്ടായിരുന്നു അല്ലേ. അവൻ്റെ കയ്യിൽ ഈ അകത്തിരുന്ന 2 എണ്ണത്തിനെ ഞാൻ കൊണ്ടു കൊടുത്തു. പക്ഷേ കൊണ്ടു കൊടുത്ത് കഴിഞ്ഞിട്ടും എന്താവും നിങ്ങളെ, ഇവർ വെളിയിൽ നിന്ന് ഇത് 2 എണ്ണം പിന്നെയും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നോക്കണേ, ഏക്ക് मच्छर फिनफिना रहा था, उसे फगाने के लिए मेम ने ताली पीठी. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഇവിടെ ഏക മച്ചർ ഫിൻഫിന്നാ രഹാഥ, ഇവിടെ ഒരു കൊതുക്, മച്ചർ ഫിൻഫിനാ രഹാഥ, ഒരു കൊതുക് അവിടെ കിടന്ന് മൂളിപ്പാട്ട് പാടുകയാണ്. ഒരു ഏക മച്ചർ വെച്ചാൽ ഒരു കൊതുക്, ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കൊതുക് അവിടെ കിടന്ന് മൂളിപ്പാട്ട് ഫിൻഫിനാ രഹാഥ മൂളിപ്പാട്ട് പാടുകയാണ്.
അതിനെ എന്താ ഉസേ ഫഗാനെ കേലിയെ മേംനെ താലി പീഠി എന്ന് വെച്ചാൽ എന്താ പിടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ ഓടിക്കാനായിട്ട് ഞാൻ കൈയടിച്ചു. കൊതുകിനെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ഞാൻ അവിടെ നിന്നിങ്ങനെ കൈയടിച്ചു കേട്ടോ. ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പ ചൂംജാ തേജി സേ ബാഹർ ഫാഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേട്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരുന്ന ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്ന് എന്താ വേഗത്തിൽ വെളിയിലേക്ക് ഇറങ്ങി ഓടി. ഞാൻ ഈ കൈയടിക്കുന്ന സൗണ്ട് കേട്ടെന്നും നാണ്ട് ഇവിടെ കണ്ടോ, കട്ടിൻ്റെ കീഴിലിരുന്ന ഒരെണ്ണം എന്ത് ചെയ്തു, എടുത്ത് വെളിയിൽ ചാടി ഓടിപ്പോയെന്ന്. പിന്നോ പാർ ജലമൂർഗിയാൻ ഠടി രഹീം, എന്നാലോ കോഴിക്കുഞ്ഞുകൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. രണ്ടെണ്ണം വെളിയിൽ ഉറച്ചിങ്ങനെ നിൽക്കുകയാണ്. മേനേം ഹർ ജഗ ഖോജ എന്ന് വെച്ചാൽ എന്താ, ഞാൻ എല്ലായിടവും ഞാൻ അവിടെ കിടന്ന് തിരയുക. പിന്നെ ഇവർ ഇങ്ങനെ എന്താ കരയുന്ന എന്തിനാന്ന് ഇങ്ങനെ ഞാൻ അവിടെ എല്ലാം തിരയുകയാണ്. അപ്പോഴാണ് എന്താ ബാത്റൂം മേം ദോ ചൂജെ പാനി മേം ഖേൽ രഹേദേ. അപ്പോഴാണ് എന്ത് കണ്ടത്, ബാത്റൂമിൽ 2 കുളക്കോഴി കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിനകത്തിൽ എന്താ പോയി കളിക്കുകയായിരുന്നു. 2 എണ്ണം അകത്ത് കയറി കേട്ടോ. അങ്ങ് ബാത്റൂമിൽ കയറിയിട്ട് അവിടെ ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെച്ചേക്കുന്നതിനകത്തിൽ അന്ന് ഖേൽ രഹേത്തെ അവിടെ കിടന്ന് കളിക്കുന്നു അല്ലേ. ഞാൻ എന്ത് ചെയ്തു, മേം ഉനെ പക്കട പിടിച്ചിട്ട് എന്ത് ചെയ്തു, ബരാമദേ മേം ചോട്ട് ദിയ, ഞാൻ എന്ത് ചെയ്തു അവരെ പിടിച്ച് ബരാമദ എന്ന് വെച്ചാൽ വരാന്തയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു വിട്ടു. വെളിയിലെ വരാന്തയിലോട്ട് ഇതിനെ രണ്ടിനെയും കൂടെ പിടിച്ച് വെളിയിൽ കൊണ്ട് വിട്ടെന്ന്. എന്നിട്ടോ നോക്കിക്കേ, ഓരോ പടത്തിനകത്തിൽ തന്നെ അത് പറയുന്നുണ്ടോ നിങ്ങൾ കേട്ടോ. അടുത്ത നോക്കിക്കേ, जल मुर्गियों ने एक नज़र अपने चूंजे को देखा फिर नदी की तरफ दौड़ पठी എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, ഈ കുളക്കോഴിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോന്നിനെ നോക്കുക കേട്ടോ. നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടോ, അപ്പോൾ അത് നോക്കിയെന്ന് വെച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, എത്ര എണ്ണം ഉണ്ടെന്ന് അവരെ എണ്ണി നോക്കിയതാ. പക്ഷേ എന്താ ആദ്യം 2 എണ്ണം എന്താ വാതുക്കലുണ്ടായിരുന്നു, ഒന്ന് സെറ്റിയുടെ കീഴിലുണ്ടായിരുന്നു ഇല്ലയോ. പിന്നെ കൊതുകിനെ ഓടിച്ചോണ്ടിരുന്നപ്പോൾ 2 എണ്ണം ഇറങ്ങി ഒരെണ്ണം ഇറങ്ങി ഓടി ഇല്ലേ. ഓരോന്നും നോക്കിക്കൊണ്ടേ കുഞ്ഞുങ്ങളെ. മൊത്തം അകത്ത് കയറിയതിനെ കുറിച്ചാണ് 5 എണ്ണം അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ലയോ. ആദ്യം 2 എണ്ണം എന്താ ഒന്ന് കയറിയപ്പോൾ കയറുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു, ഒരെണ്ണം സെറ്റിയുടെ കീഴിൽ. പിന്നെ കൊതുകിനെ ഓടിച്ചപ്പോൾ എന്താ ഒരെണ്ണം അവിടെ നിന്ന് ഇറങ്ങി കട്ടിൻ്റെ കീഴിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ 2 എണ്ണം ബാത്റൂമിലുണ്ടായിരുന്നു അല്ലേ. മൊത്തം എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം. അപ്പോൾ ജലമൂർഗിയോനെ ഏക്ക് നസർ അപ്പനെ ചൂസോങ്കോ ദേഖാ ഫിർ നദി കി തറഫ് ദൗഡ് പടി पामचोम चूमचे फी उनके पीछे पीछे चले जा रहे थे. उस दिन मैंने जाना कि जलमुर्गियों की फी गिनती आती है. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഈ കുളക്കോഴികൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഒറ്റ നോട്ടം നോക്കിയിട്ട് പിന്നെ നദിയുടെ അടുത്തേക്ക് അവർ ഓടിപ്പോയി. 5 കുഞ്ഞുങ്ങളും അവരുടെ പിറകെ നടക്കുകയായിരുന്നു. 5 കുഞ്ഞുങ്ങളും പീച്ചെ ചലേജ പോയതിൻ്റെ പിറകെ അതും പോകുന്നുണ്ടായിരുന്നു അല്ലേ. അന്ന് ഞാൻ മനസ്സിലാക്കി, ഉസ് ദിൻ അന്ന് ഞാൻ എന്ത് മനസ്സിലാക്കി, മേനേം ജാനാക്കി ഈ ജലമൂർഗിയോം കോഫി ഗിന്തി, ഈ ജലമൂർഗികൾക്ക് എണ്ണാൻ അറിയാം എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കൊച്ചു പയ്യൻ പറയുന്നത് കേട്ടോ. ഇപ്പം ജലമൂർഗികൾക്ക് ഇതിനൊക്കെ എണ്ണാൻ അറിയാമോ എന്നാണ്. അപ്പം അവന് പക്ഷികൾക്ക് എണ്ണാൻ അറിയാമെന്ന് കേട്ടോ. മനസ്സിലായോ നിങ്ങളെ. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അത് എണ്ണി മനസ്സിലാക്കി എന്നാണ്. നോക്കിക്കേ അടുത്ത പേജ് നമ്പർ 113 നോക്കിക്കേ, ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതോട്ടെ ഇവിടെ കാണാവോ? ഇതെന്താ, ഇതൊരു കുളത്തിൻ്റെ സൈഡിൽ ഒരു ജലമൂർഗി ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇതിനകത്തിൽ 3 വരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തിൽ ഏതൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഏതൊക്കെയായിരിക്കും നിങ്ങളെ നോക്കിക്കേ. ഫസ്റ്റ് താലാബ് എന്ന് വെച്ചാൽ കുളമാണ് കേട്ടോ. താലാബ് എന്താ നിങ്ങളെ, കുളമാണ്. താലാബ് കേ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മേലിൽ എഴുതിയിട്ടുണ്ട് താലാബ് കേ കിനാരെ എന്ന് വെച്ചാൽ എന്താണ്, കുളത്തിൻ്റെ അരികിലായിട്ട് ഏക്ക് ജലമുർഗി, ഒരു കുളക്കോഴി. ജലമുർഗിയുടെയൊക്കെ സ്പെല്ലിങ് അങ്ങ് പഠിക്കണേ നിങ്ങൾ കേട്ടോ. ജലമുർഗി ഹേ, അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ട്. താലാബ് കെ കിനാരെ ഏക്ക് ജലമുർഗി ഹേ. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ ഒരു വീടിൻ്റെ അടുത്തായിട്ട് എന്തോ ഇരിക്കുക, ഒരു പൂച്ച കുഞ്ഞിരിപ്പുണ്ട് അല്ലേ, ബിലൗട്ട കേട്ടോ. അപ്പോൾ എങ്ങനെ ഖർ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കണം, ഖർഖേ സാമിനെ
ഏക്ക് പൂച്ചക്കുഞ്ഞല്ലേ, ബിലൗട്ടി, ബില്ലി അല്ലേ, ബിലൗട്ടാഹെ. നമ്മുടെ മേളിൽ തന്നിട്ടുണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ, അത് നോക്കി വേണം എഴുതാൻ. ബിലൗട്ടാഹെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് പടം നോക്കിയിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, കാരണം നമുക്ക് അതിൻ്റെ മേളിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തത് നോക്കിക്കേ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കൊച്ചിരിക്കുന്നതായിട്ടാണ്. കണ്ടോ, മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കൊച്ചി. അപ്പം നമുക്ക് എങ്ങനെ പറയാം, അവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ നിങ്ങളെ, പേട് മരം, പേടിക്കെ നീച്ചെ, മരത്തിൻ്റെ ചുവട്ടിൽ ഏക്ക് ലഡ്ക, ലഡ്ക ഹേ. കണ്ടോ, അത് കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 എണ്ണവും ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ 3 എണ്ണവും നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് സഹി വാക്കി ചൂനെ ഡയറി ലിഖ, ഡയറി എഴുതാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. ചിത്ര കഹാനിമേം പൂർത്തിക്കാരോ നോക്കിയ, ഒരു വീടിൻ്റെ വാതുക്കൽ ഒരു കൊച്ചും ഒരു പൂച്ചക്കുഞ്ഞും ഇരിപ്പുണ്ട്. അപ്പം മേരെ ഘർമേം ഏക്ക് ബില്ലി, അത് ടെസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ടോ നിങ്ങളെ കേട്ടോ. മേരെ ഘർമേം ഏക്ക് ബില്ലി ഹേ കേട്ടോ. പിന്നോ ഉസ്കാ നാം എന്ന് വെച്ചാൽ എന്താ, മേരെ ഘർമേം ഏക്ക് ബില്ലി, എൻ്റെ വീട്ടിൽ എന്തോ ഉണ്ട്, ഒരു പൂച്ചയുണ്ട് അല്ലേ, എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ഉസ്കാ നാം, അതിൻ്റെ പേരെന്താ, നിങ്ങളുടെ വീട്ടിലെ പൂച്ചയുടെ പേരെന്താന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. ഉസ്കാ നാം, ഞാൻ ഇവിടെ ചിക്കു എന്നാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി കേട്ടോ. ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിലെ പൂച്ചയുടെ പേരെന്താന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി. ഇവിടെ ചിത്രം കണ്ടോ, എന്നിട്ട് ചിത്രം തരും, നിങ്ങളത് എഴുതാനാ. പിന്നോ ഇവിടെ നോക്കിക്കേ, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അല്ല പൂച്ചയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ആ കൊച്ച് പൂച്ചയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അതിനെ എങ്ങനെ പറയും, മേ മുസ്കെ സാത്ത് ഖേൽത്ത എന്നാവും നിങ്ങളെ. കളിക്കുക എന്നുള്ളതിന് ആ വാക്ക് നിങ്ങൾ ഓരോ വാക്ക് ഓർത്തോണേ. ഖേൽത്ത കേട്ടോ, കളിക്കുക. മേം ഉസ്കെ സാത്ത് ഖേൽത്താത കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ മേരെ ഘർമേം ഏക്ക് ബില്ലി ഹേ, ഇവിടെ എന്താ ഉസ്കാ നാം ചിക്കു, ഏതെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി, അറിയാവുന്ന വേണേ. ഇനി അത് കളിക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി അറിയണം കേട്ടോ. എന്താണ്, ഖേൽത്ത എന്നാണ് കേട്ടോ, ഖേൽത്ത. പിന്നെ മേം ഉസ്കെ സാത്ത് ഖേൽത്താത. പിന്നെ ഇവിടെ ഉറങ്ങുകയാണ്, അതിൻ്റെ കീഴിൽ എന്തോ ഉണ്ട്, അതിൻ്റെ സമീപത്തായിട്ട് ആരിരിപ്പുണ്ട്, ആ പൂച്ച ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ പറയും, വഹ് മേരെ പാസ് സോത്തേ ഹേ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, വഹ് അവൻ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. സോത്തേ എന്ന് വെച്ചാൽ ഉറങ്ങുക എന്ന് വെച്ചാൽ കേൾത്ത കളിക്കുക, സോത്തേ ഉറങ്ങുക, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് കളിക്കുക, ഉറങ്ങുക, സോത്തേ. വഹ് മേരെ പാസ്, എൻ്റെ അടുത്ത് അവൻ എന്താ ഉറങ്ങുകയാണ്. ഓരോ വാക്കിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി കേട്ടോ. അടുത്ത നോക്കിയേ, ഇവിടെ മേരെ സാത്ത് വഹ് നഹാനെ ആത്തേ ഥേ, മേരെ സാത്ത് വഹ് നഹാനെ ആത്തേ ഹേ എന്ന് വെച്ചാൽ എന്താ, വഹ് മേരെ സാത്ത് വഹ് നഹാനെ ആത്തേ ഹേ എന്ന് വെച്ചാൽ അവൻ എൻ്റെ കൂടെ കുളിക്കാൻ കേട്ടോ. നഹാനെ കുളിക്കാനായിട്ട് എന്ത് ചെയ്തു, എൻ്റെ കൂടെ കുളിക്കാൻ വന്നത് കേട്ടോ. കുളിക്കാനാണ് നഹാനെ, ഓരോ വാക്കും അറിയണേ, കുളിക്കുക കണ്ടോ. ഇനി ഇതോ, പിന്നെന്താ, ഹം സാത്ത് ഖാന ഖാത്തേ ഹേ. ഖാന എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ഞങ്ങൾ ഒരുമിച്ചാണ് ഖാന ഭക്ഷണം കഴിക്കുന്നത്. പൂച്ചയ്ക്ക് കണ്ട പൂച്ചയ്ക്കും കൊടുത്തേക്കുക, അവനും കഴിക്കുക അല്ലേ. ഹം ഞങ്ങൾ എന്താണ്, ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഭക്ഷണം കഴിക്കുക, ഇതിൻ്റെ പേര് ഖാന, കഴിക്കുക. ഓരോ വാക്കും അറിയണേ നിങ്ങൾ, അതിന് വേണ്ടിയാണ്. കളിക്കുക എന്നുള്ളതിന് ഖേൽന അല്ലെ ഖേൽത്ത, പിന്നെ എന്താ ഉറങ്ങുന്നതിനുള്ളതിന് സോത്തേ കേട്ടോ, സോത്തേ. പിന്നെ കുളിക്കുക എന്നുള്ളതിന് നഹാനെ, ഓരോ വാക്കറിയണേ. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഖാന. പിന്നെന്താ, ആ കൊച്ചു സ്കൂളിൽ പോകുന്നതായിട്ടാണ് അല്ലേ. ഏക്ക് ദിൻ മേം സ്കൂൾ ഗായാഥ, ഞാൻ എന്താ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോവുകയാണ്, സ്കൂളിൽ പോയി അല്ലേ. ഒരു ദിവസം ഞാൻ സ്കൂളിൽ പോയി. ചിക്കു ബാഹർ അന്യ ബില്ലിയോങ്കെ സാത്ത് ഛഗടനെ ഹേ എന്ന് വെച്ചാൽ ചിക്കു എന്ത് ചെയ്യുന്നു, വെളിയിലുള്ള പൂച്ചയുമായിട്ട് എന്താ വഴക്കിട്ട് തുടങ്ങി. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ ചിക്കു വെളിയിലുള്ള പൂച്ചയുമായിട്ട്, ചിക്കു ബാഹർ വെളിയിലുള്ള, അന്യ ബില്ലിയോ വെളിയിലുള്ള വേറെ ബില്ലിയോ പൂച്ചയുമായിട്ട് ഛഗടന എന്ന് വെച്ചാൽ വഴക്കിട്ട് തുടങ്ങി. പിന്നോ
ഇവൻ മേം ഘർ ആക്കർ ഉസേ സബ് കഹി ടൂണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, അത് ഞാൻ വീട്ടിൽ വന്ന് ഈ പൂച്ചയെ ഇതങ്ങ് ഇറങ്ങിപ്പോയി വഴക്കിനും ഇത് പൂച്ചയെ വന്ന് എല്ലായിടവും തിരയുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഈ പൂച്ചയെ ഞാൻ പോയിട്ട് വന്നപ്പോൾ തിരയുന്നുണ്ടായിരുന്നു. ബാഹർ ദേക്കാത്തോ ബില്ലിയോങ്കെ സാത്ത് ചകടിനെ ദേക്കാം. എന്താന്ന് വെച്ചാൽ അതായത് ഞാൻ വെളിയിൽ നോക്കിയപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന് ഞാൻ വെളിയിലോട്ട് നോക്കിയപ്പോൾ ബില്ലിയോ വെളിയിൽ ചകടിന ദേക്ക അവിടെ വേറെ പൂച്ചയുമായിട്ട് വഴക്കിടുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ബാഹർ വെളിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ വേറെ പൂച്ചകളുമായിട്ട് നിന്ന് വഴക്കിടുന്നത് ഞാൻ കണ്ടു. അത് ഇവിടെയും അത് തന്നെ പറഞ്ഞത്, ഇത് നോക്കുന്നു, ഇത് അത് തന്നെ കേട്ടോ. ഇനി പിന്നെ ഞാൻ എന്ത് ചെയ്തപ്പം മേനെ ഉസേ ബജാൽ ലിയ ഓർ ഘർ ലേക്കർ ആയ, ഞാൻ അവരെ രക്ഷിച്ചുകൊണ്ടിങ്ങ് വീട്ടിലോട്ട് വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അത് കഥയ്ക്കകത്ത് അത്രയും പറയുന്നതായിട്ടാണ്. അപ്പം നമ്മൾ ഈ പഠിച്ചതിനകത്തിലെ ചില വാക്കുകളുടെയൊക്കെ അർത്ഥം പഠിക്കണം നിങ്ങളെ. ഞാനതൊന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങളത് വൃത്തിയായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതിയെടുക്കണം. ഞാനത് വായിച്ചു തരാം കേട്ടോ, നോക്കണേ. നോക്കിയേ, ബൂംദേക്ക ഗീത് അല്ലേ, ബൂന്തോങ്ക ഗീത് എന്ന് വെച്ചാൽ വെള്ളത്തുള്ളികളുടെ സംഗീതം എന്നാണ് കേട്ടോ. ഏക്ക് ദോ തീ എന്ന് വെച്ചാൽ 1 2 3 എന്നാണ്. മേര, ഇത് നല്ലപോലെ പഠിക്കട്ടെ. മേര എൻ്റെ, മൈ, ഘർ ഹൗസ് വീട്, കിനാര ബാങ്ക് തീരം എന്ന് വെച്ചാൽ നദിയുടെ തീരം എന്ന് പറയത്തില്ലേ, ആ ബാങ്കാണ് ഈ ബാങ്ക് കേട്ടോ. തീരം, നദിയുടെ തീരം. ഹേം, നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോഴേ എല്ലാത്തിൻ്റെ അവസാനം ഒരു ഹേം കാണാം ഇല്ലേ. ഹേ എന്ന് വെച്ചാൽ ആകുന്നു. ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ അവസാനം ഥ എന്ന് കാണും. ദിയ ഥ എന്നൊക്കെ കൊടുക്കുന്നത്. അപ്പം ആയിരുന്നു കേട്ടോ. ആകുന്നു എന്നതിന് ഹേ എന്നും ഥ എന്ന് വെച്ചാൽ ആയിരുന്നു എന്നുമാണ് കേട്ടോ. ജലമൂർഗി എന്ന് വെച്ചാൽ കുളക്കോഴി. വാട്ടർ ഹെൻ, വെള്ളത്തിലുള്ള ഒരു കോഴിയാണ് കുളക്കോഴി. ജലമൂർഗി എന്ന് വെച്ചാൽ കുളക്കോഴി. പരിവാർ, കുടുംബം, ഫാമിലി. രഹ്ന, താമസിക്കുക, ടു ലിവ്. ആജ്, ടുഡേ, ഇന്ന്. വായിക്കാൻ അറിയണേ, ആജ് ടുഡേ, ഇന്ന്. സുബഹ്, രാവിലെ, മോർണിംഗ്. ബാഹർ, ഔട്ട്സൈഡ്, വെളിയിൽ. ദീവാർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പഠിച്ച പാഠത്തിൻ്റെ അർത്ഥം കേട്ടോ. ഇതറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതാനറിയാം. സ്വന്തമായിട്ട് എഴുതാനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കുന്നത് കേട്ടോ. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് കേരള സിലബസുകാർക്ക് സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്. ദീവാർ, വാള്, ഭിത്തി. ഓട്ടുമേന്ന് വെച്ചാൽ ബിഹൈൻഡ്, മറഞ്ഞിരുന്ന, ആ പൂച്ച മറഞ്ഞിരുന്നില്ലേ അതാ. മുച്ചേന്ന് വെച്ചാൽ എന്നെ, മീ. ലേക്കിൻ, പക്ഷേ, ബട്ട്. ഫീദർ, ഉള്ളിൽ, ഇൻസൈഡ്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. നീച്ചെ, താഴേന്ന് വെച്ചാൽ അണ്ടർ, താഴെ, നീച്ചെ. ബാപ്പ്, അച്ഛൻ, ഫാദർ. പർ, പക്ഷേ, ബട്ട്. മാം, അമ്മ, മദർ. ഫർഷ്, തറ, ഫ്ലോറ്, ഫർഷ് എന്നാട്ടോ. ആവാസ്, ശബ്ദം, സൗണ്ട്. സുനിന, കേൾക്കുക, ടു ഹിയർ. ഫഗാന, എന്തുവാ, ഫഗാന, ഓടിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇവിടെ മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫർഷ്, തറ, ഫ്ലോറ്, ആവാസ്, ശബ്ദം, സൗണ്ട്. സുനിന എന്ന് വെച്ചാൽ കേൾക്കുക, ടു ഹിയർ. ഫഗാന എന്ന് വെച്ചാൽ ഓടിക്കുക. പലങ്ക്, കട്ടിൽ, കോട്ടിൽ. ഫിനാന എന്ന് വെച്ചാൽ മൂളിപ്പറക്കുക. നമ്മുടെ ആ കൊതുക് വന്ന് മൂളിപ്പറന്നില്ലേ, അതാ ഫിനാന. ഇതെല്ലാം നമ്മളിപ്പോൾ പഠിച്ച ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമ്മളിപ്പോൾ ആ വായിച്ച വാക്കുകളാവും കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളിതെല്ലാം കേട്ടോ. നമ്മളിപ്പോൾ എഴുതിയ അത്രയും വാക്കുകളാണ്. അടുത്തത് ഹർ, ഈച്ച്, ഓരോ. ജഗഹ്, പ്ലേസ്, സ്ഥലം. ഖേലിന, കളിക്കുക. വാക്കൊക്കെ നല്ലപോലെ അറിയണേ. ടു പ്ലേ. പക്കടിന, പിടിക്കുക. ടു ക്യാച്ച്, പിടിക്കുക എന്ന് പറയുന്നത് എന്താ, ടു ക്യാച്ച്, പക്കടിന. അപ്പിന, സ്വന്തം, ഓൺ. പിന്നെ ചലന എന്ന് വെച്ചാൽ ചലന, നടക്കുക, ടു വോക്ക്. ജാന, പോകുക, ടു ഗോ. ഗിണ്ടി, എണ്ണുക, 1 2 3 എണ്ണത്തിലെ ഗിണ്ടി, എണ്ണം, നമ്പേഴ്സ്. പീച്ചേ, പുറകിൽ, ബിഹൈൻഡ്. കിസ്കെ, ആരുടെ, ഹൂസ്. കൈസേ, എങ്ങനെ, ഹൗ. കിധർ, എവിടെ, വേർ. കിസ്ലിയെ, എന്തിനു വേണ്ടി, ഫോർ വാട്ട്,
എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷും ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങളെ. എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷുമുണ്ട്, എന്താ ഹിന്ദിയും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷുമുണ്ട്, മലയാളവും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് നല്ലതുപോലെ ഒന്നുകൂടി ഞാനൊന്ന് കാണിക്കാം, അഥവാ കാണാത്തവർക്കുണ്ടാവും ഒന്നുകൂടെ കാണിക്കാം. ഏതെങ്കിലും വാക്ക് അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിലും രണ്ടായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. രണ്ടായാലും നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിലും കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നത് കണ്ടോ. നമ്മളത് ഒരു ചാപ്റ്ററിൻ്റെ തന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു 2 പോസ്റ്റർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ജലം അമൂല്യഹേ, ജൽ അമൂല്യഹേ, ജൽ നഹീത്തോ ഹം നഹി, ജലമില്ലെങ്കിൽ നമ്മളില്ല അല്ലേ, ജൽ നഹീത്തോ ഹം നഹി. ഇതൊരു പോസ്റ്ററാണ് കേട്ടോ. ഇത് എപ്പോഴും നിങ്ങൾക്ക് പാനീയുടെയോ ജലത്തിൻ്റെയോ ഒക്കെ ഓരോ പോസ്റ്റർ ചോദിക്കും. അതൊരു ബോക്സ് ഇട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഇത് ഒരു പോസ്റ്ററിന് ഒരു ഇത്രയൊന്നും എഴുതുന്നതിന് 1 മാർഗ്ഗ, ഇതുകൊണ്ട് ഇത്ര എഴുതുന്നതിന് അപ്പോൾ 2 മാർഗ്ഗ പോസ്റ്റർ. പാനീയുടെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ചോദിച്ചാൽ പാനിയാ ചോദിക്കുന്നെങ്കിൽ ഇവിടെ പാനിയാക്കുക കേട്ടോ, ജലമാണെങ്കിൽ ജെല്ല്. ഇനി സമാനമായ അർത്ഥങ്ങൾ, ജംഗൽ എന്ന് വെച്ചാൽ വനാണ്, വനമില്ലേ, ജംഗൽ എന്ന് വെച്ചാൽ കാട്, വനം. പാനി വെള്ളം അല്ലേ, ജലം. സാഗർ എന്ന് വെച്ചാൽ സമുദ്രം. ബഗീജ ബാഗ് പൂന്തോട്ടം. മേഘ ബാദൽ, മേഘം ബാദൽ. ജഗ് സംസാർ ഭൂമി അല്ലേ. ഇപ്പം ഇതിൻ്റെ എല്ലാം വേറെ സമാനമായ അർത്ഥം, സമാനാർത്ഥം. അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഏകദേശം ഒക്കെ ഉള്ളതൊക്കെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണേ കേട്ടോ. മനസ്സിലായെങ്കിൽ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തെ പാഠം പാനി എന്ന് പറയുന്നൊരു പാഠമാണ്. നിങ്ങൾക്കിത് നല്ലപോലെ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ അതും കൂടി എടുത്തു തരാം കേട്ടോ. നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിക്കാം വേണോ വേണ്ടായത് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.